ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? സിദ്ദിഖ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തോന്നുന്നു. സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ ക്യൂബിലാണ്. ഇല്ല, സത്യമായിട്ടില്ല. നിങ്ങൾ ക്യൂബിലാണ്. ദയവായി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുക. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അറസ്റ്റ് എന്നുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോവുകയുമാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സിദ്ദിഖിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സിദ്ദിഖിനെ ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസവും ഒക്കെ പടമുകളുള്ള ഈ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വീട്ടിലില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാംഗ്ലൂർ അലിയു അച്ഛൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ഇപ്പോൾ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മുകേഷ് അറസ്റ്റിലായിരിക്കുകയാണ്. പീഡനവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? നീ തപ്പാ തലം ബാക്കിയൊന്നുമില്ല. നീ പോലീസ് സ്റ്റേഷൻ തപ്പിയാ? ഇല്ലല്ല, ഞങ്ങൾ അവിടെയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുകേഷിനെ വിട്ടിരിക്കുന്നു. നേരത്തെയും ജാമ്യ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട്, വിവിധ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് ജാമ്യത്തിൽ വിട്ടത്. ഇവിടെ എന്താ പ്രശ്നം? നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ലൈംഗിക പീഡന പരാതിയിൽ നടൻ ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണാ ഒരു നിമിഷം. നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും.